Hello friends, എല്ലാവർക്കും SP ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാ യൂട്യൂബ് മെമ്പേഴ്സിനും നമ്മുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് വിഷു ആയതുകൊണ്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഡിഷാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് പാലട പായസവും ബോളിയും. ഇത് എങ്ങനെ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൈനീട്ടമായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലും ടാപ്പ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ടൈം വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ബോളി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ബോളി പ്രിപ്പയർ ചെയ്യാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കടലപ്പരിപ്പ്. ഇത് ഞാൻ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കടലപ്പരിപ്പാണ്. ഇത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇത് ഞാൻ ഒന്ന് വേവിച്ചിട്ട് വരാം. അപ്പോൾ കടല അവിടെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ബോളിക്കുള്ള മാവ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ മാവിൻ്റെ അകത്താണ് കടല, നമ്മൾ വേവിക്കാൻ വെച്ച കടല നമ്മൾ ബോളാക്കി ഈ മാവിൻ്റെ അകത്ത് നിറച്ചിട്ടാണ് നമ്മൾ പരത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ മാവാണിത്. ഇത് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഓൾ പർപ്പസ് ഫ്ലോർ. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. പിന്നെ 1/4 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളറാണ് ഇവിടെ ചേർക്കുന്നത്. ഫുഡ് കളർ അവൈലബിൾ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയും ഇടാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒന്നിത് കുഴച്ചെടുക്കണം. അപ്പം മാവ് ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര ലൂസായിട്ടും അല്ല, എന്നാൽ ഭയങ്കര ടൈറ്റായിട്ടും അല്ല മാവ് ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ ഇതിൻ്റെ മേളിലോട്ട് ഒരു 5 തൊട്ട് 6 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ, അതായത് ജിഞ്ചർലി ഓയിൽ. ഇപ്പം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ. ഭയങ്കരമായിട്ട് എണ്ണയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണ്ട, ജസ്റ്റ് ഒന്ന് കോട്ടാവത്തക്ക രീതിയിൽ ഒഴിച്ചാൽ മതി. ഇതൊരു 15 മിനിറ്റത്തേക്ക് മാറ്റി വെക്കണം. ഈ എണ്ണ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടാനും, അത് കൂടാതെ നമ്മളിത് പൊതിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ആ മാവൊക്കെ നല്ല അതിൻ്റെ അകത്ത് ഈ ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ അതിനെ ഒരു ബോളാക്കി എടുക്കണമല്ലോ. അപ്പം പരത്തുമ്പോഴത്തേക്ക് അത് പൊട്ടലൊന്നും വരാൻ പാടില്ല. അപ്പം ആ ഒരു ടെക്സ്ചറിൽ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഈ മാവിൽ നമ്മൾ ഈ എണ്ണ മുക്കി ഇട്ടേക്കുന്നത്. അതും കൂടാതെ നമ്മളിത് ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വേറെ എക്സ്ട്രാ ആയിട്ട് നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു എണ്ണമയത്തിലാണ് ഇതിനെ ചുട്ടു കൊടുക്കുന്നത്. അപ്പം ബോളിയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ഈ എണ്ണയിലും വേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്, അതിലുമാണ് കറക്റ്റ് ഒരു ബോളിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. അപ്പോൾ കടല വേവിച്ച് കഴിഞ്ഞു. ഇത് വേറൊരു പാനിലോട്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇതാണ് കടലയുടെ ഒരു പരുവം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്ന് ഞെക്കിയാൽ ഇങ്ങനെ ഞെങ്ങ് കൊളുത്തൊക്കെ രീതിയിലാണ് എൻ്റെ പരുവം. ഓക്കെ, കടല വേവിച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രെയിൻ ആക്കിയതിൻ്റെ ശേഷം വേണം പാനിലോട്ട് ഇടാൻ. ഒന്ന് തീ ഓണാക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ടാൽ മതി. അപ്പോൾ 1 കപ്പ് കടലയ്ക്ക് ഇവിടെ 1 കപ്പ് തന്നെ പഞ്ചസാര ആണ് നമ്മളിവിടെ ചേർക്കുന്നത്. നിങ്ങൾ എത്ര അളവ് കടല എടുക്കുന്ന ആ അതേ അളവിലെ തന്നെ പഞ്ചസാര എടുക്കണം. അതായത് 1:1 റേഷ്യോയിലാണ് എടുക്കേണ്ടത്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ട് ഈ പഞ്ചസാര കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ മെൽറ്റായി വരും. അത് അത്രയും ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാം, നല്ല മെൽറ്റായിട്ടുണ്ട്. എന്നിട്ട് അത് കുറുകാനും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ജാതിക്കയും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഈ ജാതിക്കയും ഏലക്കയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റും സ്മെല്ലുമാണ്. അതിലോട്ട് 1/4 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അതുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല കുറുകിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തണുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ കടല അവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ്. ആ സമയത്ത് നമുക്ക് പാലട പായസം പ്രിപ്പയർ ചെയ്യാം. ഇത് 2 ലിറ്റർ പാലുണ്ട്. ഇതൊന്ന് തിളപ്പിച്ച് നമുക്ക് എടുക്കണം. ഈ പാലട പായസം പ്രിപ്പയർ ചെയ്യാൻ വെറും 15-20 മിനിറ്റ് മതി. അതായത് ഇതൊന്ന് തിളച്ച് കിട്ടണം. തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ച് എടുക്കുന്ന ആ ഒരു താമസമേ ഉള്ളൂ. നമുക്ക് അതേ കളറിലും അതേ ടേസ്റ്റിലും നമുക്ക് പാലട പായസം പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. പാലിവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ടൈമിൽ ഞാനിവിടെ അട ഇവിടെ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇത് പക്ഷേ ഞാൻ തിളച്ച വെള്ളം കാസറോളിൽ ഒഴിച്ച് വെച്ചിട്ട് അതിലോട്ടാണ് ഞാൻ അട ഇട്ട് വെക്കുന്നത്. അല്ല, ഞാൻ കുക്കറിൽ വെക്കാറില്ല. ഇത് കാസറോളിൽ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഇതിപ്പം 1.5 കപ്പ് അടയാണ് ഇട്ട് വെക്കാൻ പോകുന്നത്. ഒരു 15 മിനിറ്റേക്ക് ഇത് അടച്ചൊന്ന് വെച്ചാൽ മതി. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നു നോക്കാം.
ഓക്കെ, അട നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതാ കാണിച്ചു തരാം. കണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇനി ഇതൊന്ന് നമുക്ക് ബാക്കി വെള്ളമുണ്ട്, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിനായി ഇവിടെ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, പക്ഷെ എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ 1 ഗ്ലാസ് പായസം കുടിക്കുമ്പോഴേ നമുക്ക് മടുക്കും. അതുമല്ല അത് ബോളിക്കും നല്ല ഒരു മധുരവും ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ കുറച്ചാണ് ചേർക്കുന്നത്. അതായത് 1.5 കപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ 2 ലിറ്റർ പാലിന്. അതിൻ്റെ ഒപ്പം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര നല്ല മെൽറ്റായി നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ കാണാൻ പറ്റുന്നതാ, ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇതിലോട്ട് മുമ്പേ നമ്മൾ തിളപ്പിച്ച് വെച്ച ആ പാല് ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പതുക്കെ ഒഴിക്കണം, എന്ന് വെച്ചാൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു അരിപ്പ യൂസ് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ പാട വല്ലതും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ്. അപ്പോൾ പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇപ്പം ഈ ഷുഗർ സിറപ്പ് എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഈ പരുവത്തിലിരിക്കുക. ഒന്നും ഒരു കുഴപ്പമില്ല, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം മെൽറ്റാവും. അപ്പോൾ പഞ്ചസാര എല്ലാം നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്, എല്ലാം മെൽറ്റായി. അപ്പോൾ ഇനി മുമ്പ് വേവിച്ച് വെച്ച അട ഇട്ട് കൊടുക്കാം. അങ്ങനെ അട എല്ലാം ഇട്ടു. ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റോളം ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന് തിളയ്ക്കണം. അപ്പം മാത്രമേ ഇത് വറ്റി നല്ല കുറുകി കിട്ടത്തുള്ളൂ. അപ്പോൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന കടലയായിരുന്നു ഇത്. ഇതിനെ എന്നിട്ട് നല്ല തണുത്തതിൻ്റെ ശേഷം മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കി എടുത്തേക്കാണ് ഇത്. എന്നിട്ട് ഇനി ഓരോന്നും ഇച്ചിരി എണ്ണ കയ്യെ തൂത്തതിന് ശേഷം, ഞാൻ എള്ളെണ്ണ തന്നെയാണ്, അതായത് നല്ലെണ്ണ തന്നെയാണ് ഞാൻ കയ്യെ തൂത്തേക്കുന്നത്. ഇച്ചിരി ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരു നാരങ്ങയുടെ സൈസ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടി ഒരു ബോളാക്കി കൊടുക്കാം. അപ്പോൾ ഇത് മുമ്പ് എണ്ണ ഒഴിച്ച് വെച്ചിരുന്ന മാവാണിത്. ഇതൊരു ഇച്ചിരി എടുക്കണം. അതായത് നമ്മൾ മുമ്പ് കടലയുടെ ബോള് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന അതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കണം ഈ എടുക്കുന്ന സൈസ്. ഇതെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇത് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇച്ചിരി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം മാക്സിമം. അതിൻ്റെ ശേഷം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന കടലയുടെ ബോൾ എടുത്ത് സെൻറ്ററിലോട്ട് വെക്കുക. എന്നിട്ട് ഇത് ഓരോ സൈഡുമായിട്ട് ഇങ്ങനെ തന്നെ പൊതിഞ്ഞൊന്ന് എടുക്കണം. എന്നിട്ട് എക്സ്ട്രാ വല്ല മാവ് വരുവാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ ഇതാ ഇനി പരത്താൻ പോവാണ്. അപ്പം സർഫസിലോട്ട് കുറച്ച് അരിപ്പൊടിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടിയിൽ ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് നല്ലപോലെ പൊടിയാക്കിയതിൻ്റെ ശേഷം ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ചുട്ടെടുക്കാം. 2 സൈഡ് ഒരു 15-20 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി. കൂടുതൽ ഗോൾഡൻ ബ്രൗണോ ഒന്നും നമുക്ക് വേണ്ട, ജസ്റ്റ് ഒന്ന് വാടണം. അപ്പം പായസവും ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബോളി ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ നല്ല പൊടിഞ്ഞ് കിട്ടണം. ഉണ്ടോ, വെരി സോഫ്റ്റ് ആണ്. കൂടുതൽ മൈദ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടത്തില്ല. ആവശ്യത്തിന്, അതായത് നമ്മൾ എടുത്ത സൈസിനെക്കാട്ടി നേരെ പകുതി സൈസിലേ എടുക്കാവൂ. പാലട പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് ഒരു കളർ ഷെയ്ഡിലാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ മേളിൽ ഞാൻ ഡെക്കറേഷൻ പർപ്പസ് ആയിട്ട് ഞാൻ കാഷ്യൂവും കിസ്മിസും നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ പായസവും ഈ ബോളിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി ഞാൻ വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.